ഹലോ ഗായ്സ്, ഓൾ ഇൻ മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ സാധനമില്ലേ, ഈ സാധനം അൺബോക്സിങ്ങും റിവ്യൂ ആണ്. MI Note 10 Pro ആണ്. 20,000 ബഡ്ജറ്റിന് താഴെ ഉള്ള ഏറ്റവും അടിപൊളി ഫോൺ എന്ന് പറയാം. അടിപൊളി ഫോൺ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോൺ, ഓൾറൗണ്ടർ ഫോൺ എന്നാണെങ്കിലും പറയാം. അപ്പോൾ ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങൾ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ നമുക്ക് ഒട്ടും കളയാൻ സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ ഫോൺ അൺബോക്സ് ചെയ്യുക. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഫോണാണ് മേളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫോണ് അകത്തായിട്ട് ആ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിലാണ് TPO കേസും സിം ഇജക്ടറും, അതിന് താഴെ ചാർജറും ഇതാണ് വരുന്നത്. ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്ക് തന്നെയാണ് റെഡ്മി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാമറ കുറച്ച് മേലോട്ട് വന്ന ഒരു രീതിയിൽ ഫോണിപ്പോൾ നിലത്ത് വീഴണമെങ്കിൽ ക്യാമറ ആയിരിക്കും ആദ്യം തന്നെ താഴെ വീഴുക. പക്ഷെ ലുക്ക് പറഞ്ഞാൽ അടിപൊളി ലുക്കാണ്. പിന്നെ നമുക്ക് പെട്ടിയുടെ അകത്ത് വരുന്നത് ചാർജറാണ്. ചാർജർ വന്നിട്ട് 33 വാട്ടിൻ്റെ ചാർജറാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ ചാർജറിൻ്റെ വയർ, പിന്നെ അതിന് ശേഷം വരുന്നത് ഒരു TPU കേസ് വരുന്നുണ്ട്. TPU കേസ് വന്നിട്ട് നമ്മുടെ ക്യാമറ ഞാൻ പറഞ്ഞു പൊന്തി നിൽക്കുന്നതാണ്, ബാക്ക് സൈഡ് അതൊക്കെ കവർ ചെയ്യുന്നത് തന്നെ അടിപൊളി ഫുൾ കവറിങ് തരുന്ന കവറാണ് TPU കേസ്. പിന്നെ സിമ്മിൻ്റെ ഇജക്ടർ പിന്നും, പിന്നെ ഒരു യൂസർ മാനുവലാണ് തരുന്നത്. പിന്നെ നമ്മുടെ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഡിസൈൻ തന്നെയാണ് നമ്മുടെ ഫോണ്. ബാക്കും ഫ്രണ്ടും എല്ലാം ഒന്നും പറയാനില്ല. അതിൻ്റെ വന്നിട്ട് കളറ് വന്നിട്ട് 3 കളർ വരുന്നുണ്ട്. വിൻറ്റേജ് ബ്രോൺസ്, നീല, പിന്നെ വേറെ കളർ. ഞാനിവിടെ നീലയാണ് ചൂസ് ചെയ്യുന്നത്. ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് നീലയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വിൻറ്റേജ് ബ്രോൺസും അടിപൊളി തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 193 ഗ്രാമാണ്. വലിയ വെയിറ്റ് ഒന്നും തോന്നിയില്ല, കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് തന്നെ ഉള്ളൂ. പിന്നെ ഇതൊരു 1 ഹാൻഡ് ഫോണല്ല, 2 ഹാൻഡ് ഫോണാണ്. കാരണം 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വൺ ഹാൻഡ് മോഡായിട്ടുള്ള ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്, സ്പെഷ്യൽ ഫീച്ചറായിട്ട്. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ പോർട്സ് പറയുകയാണെങ്കിൽ മേൽഭാഗത്തായിട്ട് ഒരു ഹെഡ്ഫോൺ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു എയർ ബ്ലാസ്റ്റർ വരുന്നുണ്ട്. എയർ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ടായിട്ട് നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെ നമ്മുടെ Redmi Note 10 Proയിലുണ്ട്. പിന്നെ സൈഡിലാണ് വോളിയം അഡ്ജസ്റ്റ് ബട്ടണും പവർ ബട്ടണും വരുന്നത്. പിന്നെ താഴെ വന്നിട്ട് നമുക്കൊരു മൈക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ USB ചാർജിങ്ങിന് വരുന്നുണ്ട്, പിന്നെ ഒരു സ്പീക്കറും വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പോർട്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ IR ബ്ലാസ്റ്റർ എന്നൊരു സ്പെഷ്യൽ ഫീച്ചറും നമുക്കിതിൽ റെഡ്മി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ ആമലോഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അത് നമുക്ക് 60ലാണ് ഇതിൽ കിട്ടുന്നത്. ബട്ട് നമുക്കത് സെറ്റിംഗ്സിൽ പോയി അഡ്ജസ്റ്റ് ചെയ്ത് 120 ഹെർട്സ് ആക്കണം. പിന്നെ അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റോട് കൂടി അടിപൊളി ഡിസ്പ്ലേ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. HDR10 സർട്ടിഫിക്കേഷനും ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. HDR10 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ് എന്നുള്ളതൊക്കെ HDR വീഡിയോസ് നമുക്ക് സൂപ്പറായി തന്നെ ഇതിലൂടെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ്. അടിപൊളി ഡിസ്പ്ലേ. Redmi Note 10 Pro Maxും പ്രോവും തമ്മിൽ ഒരു 3000 രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അവർ ഒരു വിട്ടുവീഴ്ച നൽകിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 732G ചിപ്സെറ്റാണ് വരുന്നത്. 8nm ഒക്ടാ കോർ 2.3 GHz ഒരു ക്ലോക്ക് സ്പീഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ Adreno 618 GPU ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. സ്പെഷ്യലി ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ PUBGയിലൊക്കെ സ്മൂത്ത് അൾട്രയിലിട്ടിട്ടാണ് കളിക്കേണ്ട ഗ്രാഫിക്സ്. അടിപൊളി 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അത് ഉള്ളതുകൊണ്ട് തന്നെ കളിക്കാനൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് കളിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കാരണം റിയൽമി 8 Proയിലും റിയൽമി 7 Proയിലും ഒക്കെ അവർ 720G എന്നുള്ള കുറച്ച് പഴയതല്ല, എന്നാലും ഇതിനേക്കാളും കമ്മിയുള്ള ചിപ്സെറ്റാണ് യൂസ് ചെയ്തതെങ്കിലും ഇതിൽ കുറച്ചും കൂടി 732 എന്നുള്ള അടിപൊളി ചിപ്സെറ്റ് തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ FPS കാര്യം പറയുകയാണെങ്കിൽ FPS വന്നിട്ട് നമുക്ക് 40 FPS സ്റ്റേബിളായി കിട്ടുന്നുണ്ട്. ബട്ട് 60 ചില സമയങ്ങളിൽ 60 വരെയൊക്കെ സാധാ എനിമി വരുമ്പോഴൊക്കെ 40 സ്റ്റേബിൾ ഉണ്ട്. 40ക്ക് താഴോട്ട് പോകുന്നില്ല, ബട്ട് 50, 60 അങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ FPS കാണിക്കുന്നത് 53 FPS ആണ്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ Redmi Note 10 Pro ഒരു വിട്ടുവീഴ്ച നൽകിയിട്ടില്ല. അടിപൊളി ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പ്ലസ് ഇതിൽ MIUI 12.5 എന്ന ലേറ്റസ്റ്റ് വേർഷൻ തന്നെ വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് Android 11 ആണ് വരുന്നത്. പിന്നെ ബ്രോഡ്വേസും ആഡ്സും പറയുകയാണെങ്കിൽ ബ്രോഡ്വേസ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ അങ്ങനെ കുറച്ച് ആപ്സ് ഉണ്ട്. അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. പിന്നെ ആഡ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് ഇതുവരെ അൺബോക്സ് ചെയ്ത ശേഷം 2-3 ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ആഡ്സ് വന്നിട്ടില്ല. ഇനി വരുമോ എന്നും അറിയില്ല. അത് പിന്നെ ക്യാമറ പറയുകയാണെങ്കിൽ 64 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64ൻ്റെ മെയിൻ, 8ൻ്റെ അൾട്രാ വൈഡ്, 5ൻ്റെ സൂപ്പർ മാക്രോ, 2ൻ്റെ ഡെപ്ത് സെൻസർ. പിന്നെ ഫ്രണ്ട് പറയുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ആസ് യൂഷ്വൽ എല്ലാത്തിനും പോലെ 16 തന്നെയാണ്. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. എനിക്ക് ക്യാമറയിൽ വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇതിലിപ്പോൾ ക്യാമറയുടെ ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം.
അടിപൊളി ക്യാമറ തന്നെയാണ് കഴിച്ച് ഇതിലിപ്പോൾ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റും നല്ല കളറും നല്ല സാറ്റുറേഷനും എല്ലാം തന്നെയുണ്ട്. അടിപൊളി ക്യാമറ. അതായത് ഇനി സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അടിപൊളി സ്പീക്കർ പറഞ്ഞാൽ അടിപൊളി സ്പീക്കർ. അത് കേട്ടാലേ അതിൻ്റെ ഫീല് മനസ്സിലാവുള്ളൂ. എനിക്ക് ഈ ഫോണിൽ ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ സ്പീക്കർ തന്നെയാണ്. ഗൈസ് ഇതിന് പിന്നെ 5020 mAh അടിപൊളി ബാറ്ററി തന്നെയുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ 70 to 80 മിനിറ്റിനുള്ളിൽ തന്നെ 0 to 100% ആവുന്നതാണ്. പിന്നെ ഗൈസ് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, 128 റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റിംഗ്സിൽ പോയി ഓൺ ആക്കണം. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് വീഡിയോ ആണെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം, കുറച്ച് വീഡിയോസ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് വളരെ ഫാസ്റ്റാണ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പൊതുവെയുള്ള ധാരണയാണ് റെഡ്മി വളരെ ചൂടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം വലിയ ചൂട് പറയണ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ മിഞ്ഞാൻ നോക്കിയിട്ട് നല്ല 2 മണിക്കൂറോളം പബ്ജി ഒക്കെ കളിച്ചു. ബട്ട് വലിയ ചൂടൊന്നുമില്ല. ചെറിയ വാം സാധാരണ എല്ലാ ഫോണിലും തന്നെ, ഇപ്പോൾ എത്ര വില കൂടിയ ഫോണാണെങ്കിലും ചെറിയൊരു വാം ഉണ്ടാവുമല്ലോ കുറേ നേരം യൂസ്, അത് തന്നെ ഇതിലുള്ളൂ. അപ്പോൾ ഇത് 6GB 128 വേരിയൻറ്റും ഉണ്ട്, 8GB വേരിയൻറ്റും ഉണ്ട്. ഞാനിവിടെ ചൂസ് ചെയ്തത് 6GB 128 വേരിയൻ്റ് ആണ്. 18,000 ആണ്, 18,000 അല്ലെങ്കിൽ 18,500 ആണ് 6GB വേരിയൻറ്റിന് വരുന്നത്. 19,000 അല്ലെങ്കിൽ 19,500 ആണ് നമ്മുടെ 8GB വേരിയൻറ്റിന് വരുന്നത്. അപ്പോൾ ഞാൻ 6GB വേരിയൻ്റ് എടുത്തു. പിന്നെ ഞാനിപ്പോൾ എവിടെ നിന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പാലക്കാടുള്ള MI ഷോറൂം, മൈതാനം സ്റ്റേഡിയം ബൈപ്പാസിലോട്ട് പോകുന്ന അവിടെ ഗനി ഹോണ്ട ഷോറൂമിൻ്റെ തൊട്ട് അടുത്തിട്ടുള്ള MI ഷോറൂമിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ എടുത്തത്. നമ്മുടെ ഫിറോസ് ഇക്ക, അതായത് VFCM 1 വർഷം മുമ്പ് റിയൽമി 7 Pro എന്ന ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ നിന്നാണ് എടുത്തത്. വളരെ നല്ല കട, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ പാലക്കാട് ആരെങ്കിലും MI പ്രോഡക്ട്സ് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അവിടെ പോവുക, വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫോണിൻ്റെ അൺബോക്സിങ് റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നു. എനിക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് 20,000 താഴെ ബഡ്ജറ്റിൽ പോക്കോ X3 Pro ഉണ്ട്. ബട്ട് അത് ഗെയിമിംഗ് മാത്രം ഒരു ഇത്തിരി പൊന്തി നിൽക്കുന്ന ഫോണാണ്. ബട്ട് 20,000 രൂപയുടെ താഴേക്ക് നമുക്ക് ഓൾറൗണ്ടർ എന്നാൽ എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 10 Pro അല്ലെങ്കിൽ പ്രോ മാക്സ്. പ്രോ മാക്സിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു 108 ക്യാമറ ഉണ്ട്. ബട്ട് ഇതിൽ 64 മാത്രമാണ്. പിന്നെ സിൽവർ റൗണ്ടിങ് ഇല്ല, ക്യാമറ ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. ബട്ട് 18,000 എന്ന ബഡ്ജറ്റ് പെർഫെക്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ഫോൺ പറഞ്ഞാൽ അടിപൊളി ഫോൺ. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഇതിൽ ഒരു കുഴപ്പം എനിക്ക് തോന്നിയില്ല, ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇതുപോലത്തുള്ള അൺബോക്സിങ് വീഡിയോസ് അല്ല, അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഫോണിനെ പറ്റിയുള്ള വീഡിയോ ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഇതുപോലത്തെ ടെക് വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നതിനാൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറി ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.